വില കുറഞ്ഞിട്ടും രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറച്ചിട്ടില്ല. ഇതിന് കാരണം കമ്പനികളുടെ നഷ്ടം നികത്തുന്നതാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. ഇതിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തൊടുപുഴ മുട്ടം ചള്ളവയലിലെ ഓട്ടോ ഡ്രൈവറായ ജോൺസൺ. നമ്മൾ ഓരോ ദിവസവും വാർത്തയിലൂടെ അറിയുന്നതാണ് പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവ് വന്നു, ക്രൂഡ് ഓയിലിൻ്റെ വില രാജ്യാന്തര വിപണിയിൽ ഇടിഞ്ഞു എന്നുള്ളത്. പക്ഷേ ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ എത്രത്തോളം കാര്യമായിട്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഓരോ സാധാരണക്കാരൻ്റെയും മനസ്സിൽ ഈ പ്രതിഷേധമുണ്ട്. അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ഈ ബാനർ. ഒരു ഓട്ടോ തൊഴിലാളി സ്വന്തം ഓട്ടോറിക്ഷയിലാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. രാജ്യത്തെ അതീവ നഷ്ടത്തിലായിരിക്കുന്ന എണ്ണ കമ്പനികളെ ലാഭത്തിലാക്കാൻ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരു ഓട്ടോക്കാരൻ. അങ്ങനെ ഒരു ഓട്ടോക്കാരനാണ് നമ്മളോടൊപ്പം ഉള്ളത്, ജോൺസൺ ചേട്ടൻ. എന്താ ചേട്ടാ ഇങ്ങനെ ഇതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്? എൻ്റെ കുടുംബത്തെ ബാധിക്കുന്നത് മാത്രമല്ല, ഇത് നാട്ടിലുള്ള നമ്മളെല്ലാവരും, ഓട്ടോ ഓടിക്കുന്നവരും അതുപോലെ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും വഞ്ചിക്കപ്പെടുകയാണ്. ഈ യുദ്ധം ഉണ്ടായതൊരു കാരണമാണെന്ന് പറയുന്നു. പക്ഷേ ഇതിനു മുമ്പും വർഷങ്ങളായിട്ട് ഇതേ നിലയാണ് കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഇന്ധനങ്ങളുടെ വില ഇത്രയധികം വർദ്ധിച്ചു നിൽക്കുന്നതുകൊണ്ട് സാധാരണ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ചേട്ടന് വ്യക്തിപരമായി ഒരു ഓട്ടോ തൊഴിലാളി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഈ വാഹനത്തിന് ഇന്ധനം അടിക്കണം. അപ്പോൾ എത്രത്തോളം അധിക ബാധ്യത ഉണ്ടായിരുന്നു? ഗ്രാമപ്രദേശങ്ങളിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓട്ടം കുറവാണ്. അതിനനുസരിച്ച് ഉള്ള ബഡ്ജറ്റ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. പക്ഷേയെങ്കിൽ ഒരു സർക്കാർ അവരുടെ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ അവരെ വിജയിപ്പിച്ച് പ്രതീക്ഷയോടെ നിർത്തുന്നത്. ഇതിപ്പോൾ എണ്ണ കമ്പനികൾ നഷ്ടത്തിലായതുകൊണ്ട് മാത്രം ഇന്ധന വില കുറയ്ക്കാൻ സാധ്യമല്ല എന്ന് പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരിക്കുന്നു. ഇത് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഒരു സർക്കാർ എണ്ണക്കമ്പനി അല്ലെങ്കിൽ ജനങ്ങളുടെ ബാധ്യതയായിട്ട് ഇത് ഒരിക്കലും വരരുത്. നമ്മളെല്ലാവരും ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കേണ്ടത് എന്നാണ് അവർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണിത്. ഇത് എൻ്റെ മാത്രമല്ല, ഞാനിത് കുറച്ച് ഉറക്കെ പറഞ്ഞു, അല്ലെങ്കിൽ എഴുതി ഒട്ടിച്ചു വെച്ചു. എല്ലാവരുടെയും മനസ്സിൽ ഇത് ഉള്ളത് തന്നെയാണ്. രാജ്യത്തെ എണ്ണ കമ്പനികളുടെ നഷ്ടം നികത്താനാണോ ഒരു സർക്കാർ ശ്രമിക്കേണ്ടത്, അതോ ഇവിടെയുള്ള സാധാരണ മനുഷ്യരുടെ അധിക ബാധ്യത ഒഴിവാക്കാനാണോ എന്നുള്ളതാണ് ചോദ്യം. അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും അത് ഓരോ പൗരൻ്റെയും മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്. തൊടുപുഴയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.